ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1995 വർഷത്തിൽ പുറത്തിറങ്ങിയ ജയറാം അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ജയറാം എന്ന താരത്തിനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ മികച്ചൊരു വർഷമായിരുന്നു 1995 കടന്നുപോയത്. ആകെ 8 ചിത്രങ്ങളാണ് 95 ജയറാം അഭിനയിച്ചത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഫാമിലി എന്റർടൈനർ ചിത്രങ്ങളായിരുന്നു 95 ജയറാം ഏറെയും അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്നും ഈ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എന്തായിരുന്നു എന്നും നമുക്ക് നോക്കാം. 95 ജയറാം അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 12 തിയേറ്ററുകളിലെത്തിയ കോമഡി ഫാമിലി എന്റർടൈനർ ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ. രാജസേനൻ സംവിധാനം ചെയ്ത ഈ ഹൈ ക്ലാസ് കോമഡി ചിത്രം എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയിൽ ഗംഭീര വിജയമായിരുന്നു 95 ജനുവരിയിൽ നേടിയത്. റാഫി മേക്കാർട്ടിന്റെ മികച്ച തിരക്കഥയിലൊരുക്കിയ ഈ ചിത്രം മികച്ച കളക്ഷനോടെ റിലീസ് സെന്ററുകളിൽ 100 ദിവസം പിന്നിട്ടു. ജയറാമിനും രാജസേനും ഏറെ നേട്ടമുണ്ടാക്കിയ ഈ ചിത്രത്തിൽ കസ്തൂരിയും സംഗീതയുമായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. നരേന്ദ്രപ്രസാദ്, രാജൻ ബി ദേവ്, പ്രേംകുമാർ, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. ഫാമിലി കോമഡി എന്റർടൈനർ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിന്റെ നിർമ്മാണം ഹൈനസ് ആർട്സ് ആയിരുന്നു നിർവഹിച്ചത്. 95 ജയറാം അഭിനയിച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 10 തിയേറ്ററുകളിലെത്തിയ ശ്രീരാഗം. ജോർജ് ഗിത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു മ്യൂസിക്കൽ ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ഇന്ദുജ മേനോൻ, ഗീത എന്നിവർ നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ മധുപാൽ, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, റിസബാവ, സുധീഷ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. നല്ലൊരു കുടുംബചിത്രം എന്ന പേര് നേടിയിട്ടും ശ്രീരാഗം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ടത്ര രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടിയെടുക്കാൻ കഴിയാതെ കൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായി മാറി. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച നിരവധി മനോഹരമായ ഗാനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവിധ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ട് പോലും ശ്രീരാഗം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടത് ജയറാമിന് നിരാശയായിരുന്നു അക്കാലത്ത് സമ്മാനിച്ചത്. ദേവിശ്രീ പ്രൊഡക്ഷൻസ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത്. 95 ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ഫെബ്രുവരി 16 തിയേറ്ററുകളിലെത്തിയ കുസൃതിക്കാറ്റ്. OK പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് സുരേഷ് വിനു സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ജയറാമിന്റെ അക്കാലത്തെ സ്ഥിരം ടെംപ്ലേറ്റ് ഒരുങ്ങിയ ചിത്രമായതുകൊണ്ട് തന്നെ കോമഡി ഫാമിലി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ കുസൃതിക്കാറ്റ് എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു വൻ വിജയമായില്ല. എന്നിരുന്നാലും തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്ത ഈ ചിത്രം ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. VC അശോകിന്റെ കഥയ്ക്ക് പള്ളാശ്ശേരിയായിരുന്നു തിരക്കഥയും സംഭാഷണം ഒരുക്കിയത്. കനക നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാണി സി കാപ്പൻ, ഫിലോമിന, VD രാജപ്പൻ, ചിപ്പി, കൃഷ്ണപ്രസാദ്, ജോസ് പെല്ലിശ്ശേരി, കനകലത, ഇന്ദ്രൻസ്, ഇന്നസെന്റ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ടോമിൻ ജെ തച്ചങ്കറിയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 95 ജയറാം അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 10 തിയേറ്ററുകളിലെത്തിയ മിന്നാമിനുങ്ങനും മിന്നിയെട്ട്. ഈ ചിത്രം തുളസിദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ കുടുംബ ചിത്രം തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയത് കൊണ്ട് തന്നെ മികച്ച കളക്ഷനിൽ സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായി മാറി. ശോഭന നായികയായി എത്തിയ മിന്നാമിനുങ്ങനും മിന്നുകെട്ട് എന്ന ചിത്രത്തിൽ ജഗദീഷും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. സൂര്യ സിനി ആർട്സിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത നിർമ്മിച്ച് AK സാജൻ AK സന്തോഷ് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ തിലകൻ, കവിയൂർ പൊന്നമ്മ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPC ലളിത, ഹീര തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. SP വെങ്കടേഷ് ആയിരുന്നു ഈ ചിത്രത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിച്ചത്. 95 ജയറാമിന്റെ അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 13 തിയേറ്ററുകളിലെത്തിയ ആദ്യത്തെ കൺമണി. രാജസേനൻ സംവിധാനം ചെയ്ത ഈ മുഴുനീള കോമഡി ഫാമിലി എന്റർടൈനർ റാഫി മെക്കാർട്ടിന്റെ മികച്ച തിരക്കഥയിൽ ഗംഭീര വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. അക്കാലത്ത് പത്രപരസ്യങ്ങളുടെ ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകുന്ന ചിത്രമായതുകൊണ്ട് തന്നെ മികച്ച കളക്ഷനായിരുന്നു ഈ ചിത്രം നേടിയത്. ബിജുമേനോൻ, ജഗതി, മണിയൻപിള്ള രാജു, ജനാർദ്ദനൻ, സുധാറാണി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ 75 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു കരസ്ഥമാക്കിയത്. ജയറാമിന് 95 മൂന്നാമത്തെ ഹിറ്റ് സമ്മാനിച്ച ആദ്യത്തെ കൺമണിയുടെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്.
95-ൽ ജയറാം അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 6-ാം തീയതി തിയേറ്ററുകളിലെത്തിയ മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ഫാമിലി എന്റർടൈനർ സുരേഷ് വിനു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. വാണി വിശ്വനാഥ് നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, നരേന്ദ്രപ്രസാദ്, ഇന്നസെന്റ്, KPS ലളിത, കൊച്ചിൻ ഹനീഫ, ഇന്ദ്രൻസ്, മാമുക്കോയ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. ജയറാമിന്റെ സ്ഥിരം മാനറിസങ്ങളുമായി പുറത്തിറങ്ങിയ ഈ ചിത്രം പത്രപരസ്യങ്ങളുടെ അഭാവം കാരണമാണ് വേണ്ട രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോയത്. നിരവധി കോമഡി രംഗങ്ങൾ ഉണ്ടായിട്ടും വേണ്ട രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി നേടാൻ ഈ ചിത്രത്തിനായില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്റർടൈനർ ആയിട്ട് കൂടി മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറി. ജൂപ്പിറ്റർ മൂവീസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് രഘുനാഥ് പലേരിയായിരുന്നു. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 95-ൽ ജയറാം അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഡിസംബർ 22-ാം തീയതി തിയേറ്ററുകളിലെത്തിയ വൃദ്ധന്മാരെ സൂക്ഷിക്കുക. ഈ ചിത്രത്തിൽ ജയറാം ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. സുനിൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഖുശ്ബു ആയിരുന്നു നായിക. 94-ൽ സൂപ്പർ ഹിറ്റായി മാറിയ മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ദിലീപിനെയും ഹരിശ്രീ അശോകനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സുനിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വൃദ്ധന്മാരെ സൂക്ഷിക്കുക. എന്നാൽ ആ ചിത്രം നേടിയ വിജയം ആവർത്തിക്കാൻ ഈ ചിത്രത്തിനായില്ല. M. മണി നിർമ്മിച്ച വൃദ്ധന്മാരെ സൂക്ഷിക്കുക ബോക്സ് ഓഫീസിൽ അതുകൊണ്ട് തന്നെ പരാജയമായി മാറി. നിരവധി സീനിയർ കോമഡി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം ക്രിസ്മസ് സീസണിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ട് പോലും കളക്ഷനിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. 95-ലെ ജയറാമിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു ഡിസംബർ 24-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഫാമിലി കോമഡി എന്റർടൈനർ പുതുക്കോട്ടയിലെ പുതുമണവാളൻ. ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ഈ ചിത്രം റാഫി മെക്കാട്ടിനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ജയറാമിനെ കൂടാതെ പ്രേംകുമാറും പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയ ഈ ചിത്രം ന്യൂ സാഗ ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചത്. ജഗതി, ഇന്നസെന്റ്, ജനാർദ്ദനൻ, ക്യാപ്റ്റൻ രാജു, രാജൻ പി ദേവ് തുടങ്ങി നിരവധി താരങ്ങളെ അണിനിരത്തിയെടുത്ത ഈ ചിത്രത്തിൽ ആനിയായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ കുടുംബ ചിത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ സാമ്പത്തികമായി വമ്പൻ വിജയമായിരുന്നു ബോക്സ് ഓഫീസിൽ കരസ്ഥമാക്കിയത്. ജയറാമിന് 95-ലെ 4-ാം വിജയം സമ്മാനിച്ച പുതുക്കോട്ടയിലെ പുതുമണവാളൻ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയത്. സംവിധായകരായ റാഫി മെക്കാട്ടിൻ തന്നെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം SP വെങ്കടേഷ് ആയിരുന്നു നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ അനിയൻ ബാവ, ചേട്ടൻ ബാവ, ആദ്യത്തെ കൺമണി, പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്നീ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയപ്പോൾ മിന്നാമിനിങ്ങനും മിന്നുകെട്ട് ഹിറ്റ് സ്റ്റാറ്റസ് നേടി. കുസൃതിക്കാറ്റ് ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടി. ശ്രീരാഗം, മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത, വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്നീ ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. ഇത്രയുമാണ് 1995-ൽ ജയറാം അഭിനയിച്ച മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.